ആവാസ് പ്രഥമ ജനറൽ ബോഡി യോഗം ജനുവരി 26-ന് വട്ടനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചിറങ്ങിയ മുഴുവൻ വിദ്യാർത്ഥികളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ട് ആവാസ് അലുമിനി അസോസിയേഷൻ ഓഫ് വട്ടനാട് സ്കൂൾ എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടന രൂപീകരിക്കുന്നു. നിയമാവലി അനുസരിച്ച് ഔദ്യോഗിക സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണിതെന്ന് ഭാരവാഹികൾ കൂറ്റനാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതിന്റെ ഭാഗമായുള്ള ജനറൽ ബോഡി യോഗം 26-ന് 3 മണിക്ക് വട്ടനാട് LP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേരും. 73-74 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന സിനിമാ സംവിധായകൻ മേജർ രവി ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ ഡിസംബർ 15-ന് ആരംഭിച്ച മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വളരെ ആവേശകരമായി നടന്നുവരുന്നുണ്ട്. 75,000-ത്തിലധികം വരുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ പിന്തുണയോടെ മാതൃകാ വിദ്യാലയമായി അംഗീകരിക്കപ്പെട്ട വട്ടനാട് ഹയർ സെക്കൻഡറി സ്കൂളിനെ ചേർത്തു നിർത്തുന്ന മാതൃകാ സൗഹൃദ കൂട്ടായ്മയായി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് അഡ്ഹോക് കമ്മിറ്റി ചുമതലയുള്ള ഭാരവാഹികൾ അറിയിച്ചു. ചെയർമാൻ M. പ്രദീപ്, കൺവീനർ M. വി. രാജൻ, ട്രഷറർ TK മുസ്തഫ, മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കൺവീനർ രേവതി വേണു എന്നിവരടങ്ങുന്ന 14-അംഗ അഡ്ഹോക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ജനുവരി 26-ന്റെ പൊതുയോഗത്തിൽ മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളും പങ്കെടുക്കണമെന്ന് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. തുടക്കം മുതൽ ഉള്ള മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളുടെയും ഒരു സംഘടന എന്നത് കുറക്കാലമായി ചർച്ച ചെയ്തു വരുന്ന ഒരു കാര്യമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മാസം 26-ാം തീയതി സ്കൂളിൽ ചേരുന്ന ജനറൽ ബോഡിയിൽ വെച്ച് വട്ടനാട് സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ആവാസ് അലുമിനി അസോസിയേഷൻ വട്ടനാട് സ്കൂൾ നിലവിൽ വരികയാണ്. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രഥമ ജനറൽ ബോഡി യോഗം അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ മേജർ രവി ഉദ്ഘാടനം ചെയ്യും. ഇതിൻ്റെ ഉദ്ദേശങ്ങളെക്കുറിച്ച് കൂടുതൽ സെക്രട്ടറി മാഷ് പറയും. ഏതാണ്ട് 61-ലാണ് സ്ഥാപിതമായത്. അന്ന് മുതൽ 2016 വരെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ആവാസ് എന്ന് പറയുന്ന മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളുന്ന ഒരു സംഘം രൂപീകരിക്കാൻ തീരുമാനിച്ചു. സ്കൂളിൻ്റെ എല്ലാ തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങളിലും സഹായകമാകാൻ ഈ പൂർവ്വ വിദ്യാർത്ഥികളായവരുടെ റിസോഴ്സിനെ മുഴുവൻ പ്രയോജനപ്പെടുത്തുക. അതിൽ ഒരുപാട് ഉയർന്ന നിലയിൽ എത്തിയിട്ടുള്ള ആളുകളുണ്ട്. അതേപോലെ തന്നെ സഹായം ആവശ്യമായിട്ടുള്ള കുറേ കുട്ടികളുണ്ട്. അതേപോലെ തന്നെ ഈ കൂട്ടായ്മയിലുണ്ടാകുന്ന എല്ലാ സാധ്യതകളെയും സ്കൂളിൻ്റെ മെച്ചപ്പെടലിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുന്നതാണ് ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം. മറ്റൊന്ന്, ഒരു വലിയൊരു സമൂഹം, വട്ടനാട് സ്കൂളിനെ വളരെ നെഞ്ചോട് ചേർക്കുന്ന വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അത് ഒരു തലമുറ തന്നെയാണ്. ആ തലമുറയെ ഒന്നിപ്പിക്കുക എന്ന് പറയുന്ന വലിയൊരു ലക്ഷ്യം ഇതിന് പിന്നിൽ ഉണ്ട്. എന്ന് പറഞ്ഞാൽ വളരെ പ്രായം ചെന്ന ആളുകൾ മുതൽ വളരെ ഊർജ്ജസ്വലരായിട്ടുള്ള യുവാക്കളായ ആളുകൾ വരെയുള്ള വിവിധ സാധ്യതകളുള്ള ആളുകളും ഇതിനോടൊപ്പമുണ്ട്. അവരുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തുക എന്നുള്ളതും ഒരു ലക്ഷ്യമാണ്. സംഘടന രൂപീകരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ പല ആളുകളും ഇതറിയാതെ വരികയും പിന്നീട് അറിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഉത്സാഹം ഉണ്ടാവുകയും കൂടുതൽ ആളുകൾ ഉൾപ്പെടുത്താൻ അവർ ശ്രമം നടത്തുകയുണ്ട്. ചില വർഷത്തിലെ കുട്ടികൾക്ക് ഇത് അറിയില്ല. അവർ ഇപ്പോൾ പുതുതായിട്ട് ബാച്ചുകൾ രൂപീകരിച്ചു തുടങ്ങി. ഇതറിഞ്ഞപ്പോൾ ആവാസ് സ്കൂളുകളെ മൊത്തം എല്ലാ വർഷത്തെയും ബാച്ചുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആവാസ് എന്നുള്ള സംഘടന രൂപീകരിക്കുന്നു പറഞ്ഞപ്പോൾ അവരെന്നെ പരസ്പരം ഫോൺ ചെയ്ത് വിളിച്ചു പറഞ്ഞാൽ അവർ സംഘടന അല്ലെങ്കിൽ അവർ ക്ലാസ് ബേസിൽ ബാച്ചുകളാക്കി ഗ്രൂപ്പുകൾ തുടങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് ഇതിൻ്റെ വലിയൊരു നേട്ടമാണ്. അപ്പോൾ തീരെ സൈലൻ്റായിരുന്നുള്ള ബാച്ചുകളിലെ കുട്ടികൾ പോലും ഇതറിഞ്ഞപ്പോൾ അവരുടേതായിട്ടുള്ള വർഷത്തെ ബാച്ചുകൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അവർ പരസ്പരം അറിയാനും സംസാരിക്കാനും തുടങ്ങി എന്നുള്ളത് ഇതിൻ്റെ വലിയൊരു നേട്ടം കൂടിയാണ്. അലുമിനി അസോസിയേഷൻ ഓഫ് വട്ടനാട് സ്കൂൾ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഇത് ഇപ്പോൾ എല്ലാവരെയും മെമ്പർഷിപ്പിന് വേണ്ടി ക്ഷണിക്കുന്നുണ്ട്. ഞങ്ങൾ ബാച്ചായിട്ട് എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഔദ്യോഗിക പരിവേഷം കഴിയുമ്പോൾ ഒരുപാട് ചിലവുകളുണ്ട് ഇതിൻ്റെ കൂടെ. അപ്പോൾ ആ ചിലവുകൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 100 രൂപയാണ് മെമ്പർഷിപ്പായിട്ട് തൽക്കാലം ഇതിൽ വെച്ചിരിക്കുന്നത്. 100 രൂപ രജിസ്ട്രേഷൻ ഫീസും 100 രൂപ മെമ്പർഷിപ്പ് ഫീസുമാണ് നമ്മളിപ്പോൾ നിലവിൽ പിരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളോടും പൂർവ്വ വിദ്യാർത്ഥികളോടും അപേക്ഷിക്കാനുള്ളത് നിങ്ങളെല്ലാവരും ഇതിന് മെമ്പർഷിപ്പ് എടുക്കണം, ഇതിനെ ഭാഗമാകണം എന്നാണ് പറയാനുള്ളത്. എല്ലാവരും ഞങ്ങളോടൊപ്പം ചേരുമെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ആ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വളരെ ആവേശകരമായിട്ട് ഓരോ ബാച്ചിലെയും
ബാച്ച് ഗ്രൂപ്പുകളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വളരെ സജീവമായിട്ട് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ആവേശത്തോട് കൂടിയിട്ട് ആളുകൾ അതിൽ അംഗത്വം എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറയാൻ. അപ്പോൾ അതിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം എങ്ങനെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ മാതൃകാ സ്കൂളായിട്ട് പരിഗണിച്ചിരിക്കുന്ന നമ്മുടെ സ്കൂളിനെ എങ്ങനെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് ആക്കാൻ കഴിയും, ഒപ്പം തന്നെ ഈ പൂർവ്വ വിദ്യാർത്ഥികളെ ഒരുമിപ്പിച്ച് അവരുടേതായിട്ടുള്ള കാര്യങ്ങളെ പങ്കുവെക്കാനും അവരുടേതായിട്ടുള്ള സാധ്യതകളെ ഒരുമിച്ച് ചേർക്കാനും അവരുടെ തന്നെ ചില പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ അങ്ങനെ ഒരു പ്രദേശത്തിൻ്റെ തന്നെ മൊത്തമുള്ള ഒരു കൂട്ടായ്മ വളർത്തിയെടുക്കുക എന്നുള്ളതും ആവാസിൻ്റെ ലക്ഷ്യമാണ്. ആവാസിനെ ഒരു മാതൃകാപരമായിട്ടുള്ള സംരംഭമായിട്ട് ഒരു സംഘമായിട്ട് ഈ സ്കൂൾ എന്ന് പറയുന്ന ഒരു ഘടകത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 3 പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ്, ഏഷ്യൻ പെയിന്റ്സ്, ജോർഡൻ, നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം.